ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ ആ ഒരു സന്ദേശം ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് പങ്കുവെക്കുവാൻ ദൈവം ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനായി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കേൾക്കുന്ന പല സന്ദേശങ്ങളിലും പല ആശയങ്ങളിലും ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചിന്തയായിരുന്നുവല്ലോ യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. ഒരുപക്ഷെങ്കിൽ ലോകത്തിലുണ്ടായിട്ടുള്ള എല്ലാ സന്ദേശങ്ങളെക്കാളും വളരെ ശ്രേഷ്ഠകരമായ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇതാണ്: യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് തന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു പുതിയ അനുഭവത്തിലേക്ക് മാറുക എന്നുള്ള അർത്ഥത്തിൽ ഈ ഉയർത്തെഴുന്നേൽപ്പ് ഓരോ വ്യക്തികളിലും ഉണ്ടാകേണ്ട ഒരു രൂപാന്തരമാണ്, ഓരോ വ്യക്തിയിലും സംഭവിക്കേണ്ടതാണ് എന്നാണ് ഈസ്റ്റർ സന്ദേശം തന്നെ. അതാണല്ലോ യേശു തമ്പുരാൻ ഉയർത്തു എന്നുള്ളത് ഒരു വലിയ സന്ദേശമായി ലോകത്തിന് നൽകിയ സുവിശേഷമാണ്. അങ്ങനെ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ ഈ രക്ഷാകരമായ ഈ ഉയർപ്പിനെ നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശങ്ങളിൽ ദൈവം നമുക്ക് നൽകിയ ആ സന്ദേശത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ ആവിഷ്കാരമാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ കൂടി ലോകത്തിൽ നൽകുന്നത്. ഒരു വലിയ ദൂത്, യേശു തമ്പുരാൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യത്യസ്തമായ അദ്ദേഹത്തിൻ്റെ ചില ഭാവനകളിൽ, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ആശയ ആവിഷ്കാരത്തിൽ കൂടിയാണ്. അത് വ്യക്തമായി വരച്ചു കാട്ടുന്ന ഒരു വേദഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗം. ഈ വേദഭാഗത്ത് പറയുന്നത്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശീമോൻ പത്രോസിൻ്റെയും തൻ്റെ പ്രിയ ശിഷ്യനായ മറ്റേ ശിഷ്യൻ്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറകൾ ചെന്ന് ഇരുവരും ഒന്നിച്ച് ഓടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കലെത്തി. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു, അകത്ത് കടന്നില്ല താനും. അവൻ്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്നു. കല്ലറയിൽ കടന്ന് ശീലകൾ കിടക്കുന്നതും അവൻ്റെ തലയിൽ ചുറ്റിയിരിക്കുന്ന റൂമാൽ ശീലയോടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറയ്ക്കെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്തു ചെന്ന് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുന്നതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇതാണ് വേദഭാഗത്ത് പറയുന്നത്. എന്താ സംഭവിച്ചത്? യേശു തമ്പുരാനെ കല്ലറയ്ക്കൽ വെക്കുന്നതും യേശു തമ്പുരാനെ കബറടക്കുന്നതും വ്യക്തമായി കണ്ട ശിഷ്യന്മാർ യേശുവിനെ കാണുവാൻ ഓടുകയാണ്. ഞായറാഴ്ച രാവിലെ മഗ്ദലക്കാരത്തി മറിയ പറയുന്നത് കേട്ട് കല്ലറയ്ക്കലേക്ക് ഓടുകയാണ്. കല്ലറയ്ക്കലേക്ക് ചെല്ലുമ്പോൾ അവർ എന്താ കാണുന്നത്? ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കല്ലറ. അതുപോലെ തന്നെ ശീലകളൊക്കെ മാറ്റിവെച്ച് അവിടെ ശൂന്യമായ ഒരു കല്ലറയാണ് അവർ കാണുന്നത്. ഈ അവസരത്തിൽ എന്താണ് ഇവരുണ്ടായിരിക്കുന്ന ഒരു ചിന്ത? ഇവിടെ വേദഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അവർ അപ്പോൾ ഓർത്തു, ദൈവം മരിച്ചവർ എഴുന്നേൽക്കും എന്ന് യേശുദാൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് അവർ ഓർത്ത് ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്ത് ചില ചിന്തകൾ, ആശയങ്ങൾ, ചില ദൂതുകൾ നമ്മളോട് പറയുന്നുണ്ട്. ഇവിടെ കാണുന്നു ഒഴിഞ്ഞ കല്ലറയും മടക്കി വെച്ച ശീലകളും. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? യേശുവിനെ പൊതിഞ്ഞിരുന്ന ശീലകൾ, യേശുവിനെ ശരീരം മുഴുവൻ ആവരണം ചെയ്തിരുന്ന ശീലകൾ മാറ്റപ്പെട്ട് ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നു. അവർ യേശുവിനെ ശരീരം അടക്കി വെച്ച അല്ലെങ്കിൽ അടക്കിയ ആ കല്ലറ ശൂന്യമായി കിടക്കുന്നു. ഈ ശൂന്യമായ കല്ലറയും ഈ മടക്കി വെച്ച ഈ തുണിയും ചില പ്രത്യേക സന്ദേശങ്ങൾ ലോകത്തിന് നൽകുന്നുണ്ട്. യേശുനാഥൻ്റെ ഉയർപ്പിൽ, യേശുനാഥൻ രക്ഷാകരമായ ദൗത്യത്തിൽ ചില സന്ദേശങ്ങൾ ഈ ശീലകളും ഈ ഒഴിഞ്ഞ കല്ലറകളും നമ്മളോട് പറയുന്നുണ്ട്. അതെന്തെല്ലാമാണ്? അത് ചിന്തിക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ കാണുന്ന ഒരാശയം, ഒരു ചിന്ത, ഈ ഒഴിഞ്ഞ കല്ലറയും ഈ മാറ്റിവെച്ച ശീലകളും നമ്മളോട് പറയുന്ന ഒരു സന്ദേശം, ഇറ്റ് ഈസ് എ പീസ്ഫുൾ മെസ്സേജ്. ഒരു സമാധാനത്തിൻ്റെ സന്ദേശമാണ് ഇത് നമ്മളോട് പറയുന്നത്. ഇന്ന് ലോകം മുഴുവൻ അസമാധാനത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ കടന്നു പോവുകയാണല്ലോ. പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ അസ്വസ്ഥമായ നടപടികൾ,
മനുഷ്യനോട് മനുഷ്യൻ നമ്മളുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ശൈഥില്യങ്ങൾ, ഇങ്ങനെ എത്ര എത്ര പ്രതിബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഈ അസ്വസ്ഥതയുടെ നടുവിലാണ് നമ്മൾ യേശുനാഥൻ്റെ ഉയർപ്പിനെ കൊണ്ടാടുകയും യേശുനാഥൻ്റെ ജീവിതത്തെ നമ്മൾ ഓർക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ്. പ്രത്യേകം ഓർക്കുക, ഈ ഒഴിഞ്ഞ കല്ലറ നൽകുന്നത് ഒരു സമാധാനത്തിൻ്റെ സന്ദേശമാണ്. എന്താണ് ഈ സമാധാന സന്ദേശം പറയുന്നത്? അവൻ ശരീരം വിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ലോകത്തിന് സമാധാനം നൽകുന്നു എന്ന് പറയുകയാണ്. കാരണം എന്നാ, ജോസഫും നിക്കോദിമോസും കൂടെ അവന് ശരീരം കല്ലറക്കൽ കൊണ്ട് വെച്ചതാണ്. അവിടെ നിന്ന് അവർ സുഗന്ധതൈലങ്ങൾ പൂശി യേശുവിനെ അടക്കം ചെയ്തതാണ്. യേശുവിനെ ശരീരം കണ്ടിട്ട് അവർ തിരികെ പോയി വലിയൊരു കല്ല് ഉരുട്ടി ആ കല്ലറയ്ക്ക് മീതെ വെച്ചതാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? ഞായറാഴ്ച ദിവസം കാണുന്നത് ഇതൊക്കെ ശൂന്യമായി നിൽക്കുന്നു. നമ്മളോട് പറയുന്ന ഒരു സന്ദേശമാണ് സമാധാനത്തിൻ്റെ സന്ദേശം. യേശു തമ്പുരാൻ ലോകത്ത് നൽകുവാൻ ആഗ്രഹിച്ചതാണ് സമാധാനമാണ്. അതുകൊണ്ട് പറയാം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഒഴിഞ്ഞ കല്ലറ നൽകുന്ന ഒരു സന്ദേശം സമാധാനത്തിൻ്റെ സന്ദേശമാണ്. ഈ സമാധാനമാണ് ലോകത്തിന് ആവശ്യം. ക്രിസ്മസ് ആചരിക്കുമ്പോഴും ഈസ്റ്റർ ആചരിക്കുമ്പോഴും ഒക്കെ നമ്മൾ മനസ്സിലുണ്ടാക്കേണ്ട ചിന്ത ഇതാണ്: ഈ സമാധാനമാണ് ക്രിസ്തു നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് ശരീരം വിട്ട് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു. കർത്താവിൻ്റെ ശരീരം ഉപേക്ഷിച്ച് താൻ ലോകത്തിലേക്ക് വന്നെന്തിനോ ആ ദൗത്യം പൂർണ്ണമായി നിർവഹിച്ചിട്ട് അവൻ തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. കാരണമെന്ന ലോകത്തിൽ സമാധാനത്തിൻ്റെ കാര്യസ്ഥരെ നൽകുവാൻ വേണ്ടിയാണ്. ഈ സമാധാനമാണ് ഈ ഒഴിഞ്ഞ കല്ലറ നമ്മളോട് ആശംസിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സമാധാനം സ്വീകരിക്കുവാൻ ഈ ദിനങ്ങളിൽ നമുക്ക് കഴിയുമോ? യേശുവിനെ കാണുകയും യേശുവിനെ പറ്റി ധ്യാനിക്കുകയും അവൻ്റെ ചിന്തകളെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ യേശുവിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് ലോകത്തിന് സമാധാനം നൽകുന്നൊരാശംസ. അവർ മരിച്ചു കഴിഞ്ഞപ്പോഴും ഇതുതന്നെയാണ് ലോകത്തിന് നൽകുന്നത്. അതുകൊണ്ടാണ് ഈ ഒഴിഞ്ഞ കല്ലറ സമാധാനത്തിന് സന്ദേശം നൽകുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ സമാധാനം നമുക്ക് സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാണോ? ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മൾ സ്വീകരിക്കുവാൻ തയ്യാറാണോ? ലോകത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സമാധാനം എന്നുള്ളത് ദൈവം നൽകുന്ന സമാധാനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദൈവിക സമാധാനം ലഭിക്കുവാനാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടത്. ഈ ദൈവികമായ സമാധാനം എൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുവാനാണ് നമുക്കെയും ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ചിത്രം നമുക്ക് നൽകുന്നത് ഈ സമാധാനത്തിൻ്റെ ചിന്തയാണ്. ആ ഒഴിഞ്ഞ കല്ലറയിലേക്ക് നോക്കി സമാധാനത്തെ സ്വീകരിപ്പാൻ, ആ ഒഴിഞ്ഞ ശീലകൾ കണ്ടുകൊണ്ട്, കർത്താവേ, എനിക്ക് വേണ്ടി നീ മരിച്ചുവെങ്കിൽ നിന്റെ സമാധാനം സ്വീകരിക്കുവാൻ എനിക്ക് കഴിയണമേ എന്ന് പൂർണ്ണമായി യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ സമാധാന കാംക്ഷികളായി മാറുവാൻ. അതുകൊണ്ടാണല്ലോ കർത്താവ് തന്നെ പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നാം ആരാണ്? സമാധാനമുണ്ടാക്കി ദൈവത്തിൻ്റെ പുത്രന്മാരായി മാറേണ്ടവരാണ്. ഒഴിഞ്ഞ കല്ലറ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം is a peaceful message. സമാധാനത്തിൻ്റെ ആശംസയാണ്. രണ്ടാമതായി, ഈ ഒഴിഞ്ഞ കല്ലറയും ഈ മാറ്റിവെച്ച ശീലകളും നൽകുന്ന രണ്ടാമത്തെ സന്ദേശം എന്താണ് പറയുന്നത്? ഇറ്റ് വാസ് എ പവർഫുൾ മെസ്സേജ്. ശക്തമായൊരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ഈ ഒഴിഞ്ഞ കല്ലറ, അവിടെ ഒന്നുമില്ല. കാരണം എന്നാ? ശരീരമില്ല, കർത്താവിൻ്റെ സാന്നിധ്യമില്ല, കർത്താവിൻ്റെ ശരീരമോ ആ സാന്നിധ്യം ഒന്നുമില്ല. അവിടെ കാണുന്നത് ഒഴിഞ്ഞ ഒരു കല്ലറ, ശൂന്യമായി കിടക്കുന്ന ഒരു കല്ലറ. എന്തു നൽകും? ഈ ശൂന്യമായ കല്ലറ നമുക്ക് നല്ല ശക്തമായ ഒരു സന്ദേശം നൽകുന്നുണ്ട്. ആ ശക്തമായ സന്ദേശം എന്താണ്? ക്രിസ്തു തൻ്റെ വാഗ്ദത്തം നിറവേറിയിരിക്കുന്നു. ക്രിസ്തു തൻ്റെ ജീവിതത്തിന് ഉദ്ദേശം നിറവേറ്റിയിരിക്കുന്നു. ക്രിസ്തു ലോകത്തിലേക്ക് തൻ്റെ പിതാവിലുള്ള സമത്വം മുറുകെ പിടിക്കാതെ ലോകത്തിലേക്ക് വന്ന് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി, ഏറ്റവും താഴ്ത്തപ്പെട്ട ഒരു മനുഷ്യനായി കല്ലടാവിൽ ജനിച്ചെന്തിനാണോ ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ ക്രിസ്തുവിന് സാധിച്ചു എന്ന ശക്തമായ സന്ദേശം നൽകുവാൻ ഈ ഒഴിഞ്ഞ കല്ലറയ്ക്ക് കഴിയുന്നു. കാരണം എന്നാണ്? താൻ ശരീരം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. താൻ ശരീരം വിട്ട് ദൈവസന്നിധിയിലേക്ക്, തന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോയിരിക്കുന്നു. ഒരു വലിയ സന്ദേശം ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ കല്ലറ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം ഒരു ശക്തമായ ഒരു ജീവിത സന്ദേശമാണ്. എന്താണ്? യേശു എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു എനിക്കും നിങ്ങൾക്ക് വേണ്ടി തന്റെ ദൗത്യം പൂർത്തീകരിച്ച് തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ മരണത്തെ ദൈവം തൻ്റെ പിതാവ് അംഗീകരിച്ചിരുന്നുവോ? രണ്ട് ഉദാഹരണങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:24 അപ്പോസ്തലപ്രവൃത്തി 2:24 അപ്രകാരം വായിക്കുന്നു: ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. മരണപാശങ്ങളെ വിട്ട് തൻ്റെ പിതാവ് അവനെ ഉയർപ്പിച്ചിരിക്കുന്നു. പിതാവ് മരണത്തെ ഉയർത്തെഴുന്നേൽപ്പിലെ അംഗീകരിച്ചു എന്നുള്ളതാണ്. രണ്ടാമതായി 2 കൊരിന്ത്യർ 4:14 നാം വായിക്കുന്നു:
കർത്താവിനെ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോടുകൂടെ ഉയർപ്പിച്ച് തിരുസന്നിധിയിൽ നിർത്തും. ആരാ പറയുന്നത്? പരിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 4:14 പറയുന്നു, കർത്താവ് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോട് കൂടെ എഴുന്നേൽപ്പിച്ച് തിരുസന്നിധിയിൽ നിർത്തും. പ്രിയമുള്ളവരെ, യേശു തമ്പുരാന്റെ മരണം തൻ്റെ പിതാവ് അംഗീകരിച്ചു. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠകരമായ സന്ദേശം. അത് ഏറ്റവും ശക്തമായ ലോകത്ത് നൽകുന്ന സന്ദേശം അതാണ്. ഇതുവരെയും മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശു തമ്പുരാന് കഴിഞ്ഞു. യേശു തമ്പുരാൻ പലരും ഉയർപ്പിച്ചുവെങ്കിലും ഇതുവരെയും സ്വയം മരണത്തിന് വിധേയനായി ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അത് യേശു തമ്പുരാനാണ്. പ്രിയമുള്ളവരെ, ശക്തമായ ഈ സന്ദേശം ലോകത്തിന് സാക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ദൗത്യം. യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പഴയ കാലങ്ങളിൽ ക്രിസ്ത്യാനികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ആശംസ ഇതായിരുന്നു, പരസ്പരം പറയുന്നു, യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. തിരിച്ചും അത് തന്നെ മറുവാക്യമായി പറയും. ഈ നമ്മളൊക്കെ ഇത് പറയും, വിസ്മരിച്ചു പോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കും കാണുമ്പോൾ അഭിവാദ്യമായി അർപ്പിക്കേണ്ടത് ഇപ്രകാരമായിരിക്കണം. എന്താണ്? യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. രണ്ടാമതായി, ഈ ഒഴിഞ്ഞ കല്ലറ നമുക്ക് നൽകുന്ന സന്ദേശമാണ് ഞാൻ പറഞ്ഞത്. ശക്തമായൊരു സന്ദേശമാണ്. യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്തിന്? തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് താൻ ലോകത്തിലേക്ക് എന്തിനു വന്നോ അത് നിവർത്തിക്കുവാൻ യേശു തമ്പുരാൻ കഴിഞ്ഞു. അതുകൊണ്ട് യേശു തമ്പുരാനെ തൻ്റെ പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ വലിയ സത്യം ഈ ഒഴിഞ്ഞ കല്ലറ ഈ ലോകത്തോട് പറയുകയാണ്. യേശു തമ്പുരാന്റെ മരണം എന്ന് പറയുന്നത് മിഥ്യയാക്കി മാറ്റുവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണല്ലോ അവർ മതപുരോഹിതന്മാരെ കണ്ട് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ധനം കൊടുത്ത് യേശു തമ്പുരാനെ തൻ്റെ കല്ലറയ്ക്കൽ ആര് മോഷ്ടിച്ചുകൊണ്ടുപോയിരിക്കാൻ വേണ്ടി വലിയ കല്ലുരുട്ടി വെച്ചു. 3-ാം നാൾ ഉയർത്തപ്പോൾ നമ്മൾ കാണുന്നു, പണം കൊടുത്ത് മറ്റുള്ളവർ പറയിച്ചു, അവന് ആരോ ശിഷ്യന്മാർ അവരുടെ ശരീരം മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് പറയിപ്പിച്ചു. ഇതൊക്കെ എന്തിനായിരുന്നു? സത്യത്തെ മൂടിവെക്കുവാനുള്ള വ്യവസ്ഥയായിരുന്നു. പക്ഷെങ്കിൽ ഈ സത്യത്തെ തുറന്നു കാട്ടുകയാണ് ഈ ഒഴിഞ്ഞ കല്ലറ. ഈ സത്യത്തെ തുറന്നു കാട്ടുകയാണ് ഇവിടെ ശൂന്യമായി കിടക്കുന്ന ശീലകൾ. പ്രിയമുള്ളവരെ, ഒരു വലിയ സന്ദേശം കർത്താവിന്റെ ഉയർപ്പ് നമുക്ക് നൽകുന്നുണ്ട്. കാരണം എന്നാണ്? തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ യേശു തമ്പുരാന് കഴിഞ്ഞു. തൻ്റെ ദൗത്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ, അതിനെ പൂർണ്ണമായി അംഗീകരിക്കുവാൻ പിതാവാം ദൈവത്തിന് കഴിഞ്ഞു. പുത്രനാം ദൈവം, പരിശുദ്ധ റൂഹായാം ദൈവം ഈ ലോകത്തിലേക്ക് പറഞ്ഞയക്കുവാൻ പരിശുദ്ധ പിതാവാം ദൈവത്തിന് കഴിഞ്ഞു. പുത്രനാം ദൈവത്തിന് കഴിഞ്ഞു. ഇതാണ് ഒരു വലിയ സന്ദേശം. ഈ ശക്തമായ സന്ദേശമാണ് ഈ ഒഴിഞ്ഞ കല്ലറ നമുക്ക് നൽകുന്നത്. മൂന്നാമതായി, ഈ കല്ലറ അല്ലെങ്കിൽ ഈ ഒഴിഞ്ഞ ശീലകൾ നമുക്ക് നൽകുന്ന മൂന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോമിസിങ് മെസ്സേജ്. ഒരു വാഗ്ദത്ത സന്ദേശമാണ്. പ്രോമിസിങ് മെസ്സേജ്. എന്താണ് ഈ പ്രോമിസിങ്? അവൻ നമുക്ക് വേണ്ടി പോകുന്നു, അവൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു, അവൻ വീണ്ടും വരും എന്ന ഒരു വലിയ സന്ദേശം. യേശു തമ്പുരാൻ വീണ്ടും വരും. എന്തിന്? നമ്മയൊക്കെ വീണ്ടും തന്നെ സ്വകരാജ്യത്തിലേക്ക് ചേർത്തുകൊള്ളുവാൻ യേശു തമ്പുരാൻ വീണ്ടും വരും. എന്തിനാണ് ഉയർത്തത്? ഈ കല്ലറയിൽ യേശു തമ്പുരാന്റെ ശരീരം വെച്ചിരുന്നുവെങ്കിൽ, അവൻ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ, അവർ ശിഷ്യന്മാർ ദൂതന്മാർ പറയുകയാണ്, അവൻ പോയതുപോലെ തിരികെ വരും. ഇതാണ് ഒരു വലിയ പ്രോമിസിങ് സന്ദേശം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊന്ന് ആലോചിച്ചാൽ കർത്താവിൻ്റെ ശിഷ്യന്മാരായി പോയ ശിഷ്യന്മാരൊക്കെ എന്ത് കണ്ടുകൊണ്ടാണ് ശിഷ്യന്മാരെ യേശുവിൻ്റെ പുറകെ പോയത്? യേശുവിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടായിരുന്നു? യേശുവിന് എന്തെങ്കിലും പ്രത്യേകമായി കൊടുക്കുവാനുണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. അവൻ പറയുന്നത് കുരുന്നലയിലേക്ക് താമസിക്കുവാൻ സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ മനുഷ്യപുത്രനോ തലചായ്ക്കുവാൻ ഇടമില്ല എന്ന് പറഞ്ഞിട്ടാണ് കർത്താവിൻ്റെ കൂടെ ആയിരങ്ങൾ കൂടെ ചേർന്നത്. നമുക്കറിയാമല്ലോ, തൻ്റെ ശിഷ്യന്മാരെയൊക്കെ കർത്താവ് വിളിക്കുമ്പോൾ സബദി മക്കളായിരുന്ന യാക്കോബിനെയും യോഹന്നാനെയും യേശു തമ്പുരാൻ വിളിക്കുമ്പോൾ പറയുന്നു, അവൻ അപ്പനെയും പടകനെയും വിട്ട് യേശു തമ്പുരാനെ അനുഗമിച്ചു. എന്താ പ്രത്യേകത? യേശു തമ്പുരാൻ പറഞ്ഞ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ യേശു തമ്പുരാന്റെ പുറകെ യാതൊന്നും നോക്കാതെ തൻ്റെ പിതാവിനെയും പടകിനെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് യേശു തമ്പുരാന്റെ പുറകെ പോകുന്നു. എന്താ കാരണം? യേശുവിൻ്റെ വാഗ്ദത്വം, യേശുവിൻ്റെ പ്രോമിസിംഗ് ലൈഫ്. ഇതാണ് ശിഷ്യന്മാരെ പോലും യേശുവിനോട് കൂടെ നിർത്തിയത്. 12 ശിഷ്യന്മാരെ മാത്രമല്ലല്ലോ, പിന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ 7 അറിയിപ്പുകാരെ അയച്ചു. അതുകൂടാതെ അനേകം ശിഷ്യന്മാർ, അനേകം സ്ത്രീകൾ, അനേകം മറ്റുള്ളവർ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ തന്നെ അനുഗമിക്കാൻ വലിയ സമൂഹത്തിൽ നമ്മൾ കാണുന്നില്ലേ? എന്തായിരുന്നു യേശുവിൻ്റെ പ്രത്യേകത? എന്തിനാണ് ഇവരെല്ലാം യേശുവിൻ്റെ പുറകെ കൂടിയത്? ഒറ്റ കാര്യമേ ഉള്ളൂ, യേശു വാഗ്ദത്തം നൽകുന്നവനായിരുന്നു, യേശു ജീവിത വിശ്വസ്തി നൽകുന്നവനായിരുന്നു. യേശുവിൻ്റെ ജീവിതം അവരെ സ്വാധീനിച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഒഴിഞ്ഞ കല്ലറ നമുക്ക് നൽകുന്ന മൂന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് എ പ്രോമിസിംഗ് മെസ്സേജ്. ഒരു വലിയ വാഗ്ദത്തം നമുക്ക് നൽകുന്നു. ആ വാഗ്ദത്തം പറഞ്ഞത് എന്താണ്? അവൻ പോയതുപോലെ തിരികെ വന്ന് നമ്മളെയും ചേർത്തുകൊള്ളും എന്നുള്ള വലിയ ഒരു പ്രോമിസിംഗ് സന്ദേശം ഈ ഒഴിഞ്ഞ കല്ലറ നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ ഓർക്കുക, യേശു തമ്പുരാൻ്റെ വാഗ്ദത്തം ഒരിക്കലും വെറുതെ ആകില്ല.
യേശു പലപ്പോഴും തന്നെ കാണിക്കാൻ വന്നവരും തന്നെ അറിഞ്ഞവർക്കും വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നു. ഇന്ന് വലിയ വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയൊക്കെ വാഗ്ദാനങ്ങളും പദവിയും പണവും ഉപയോഗിച്ചുകൊണ്ട് പലതും നേടുവാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇതൊന്നും യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ല. യേശു പ്രത്യേക പദവികൾ പോലും തൻ്റെ കൂടെ നിന്ന സെബെദി മക്കൾക്ക് സ്വർഗ്ഗരാജ്യത്തിൽ ഇടതും വലത്തും ഇരിക്കണം എന്ന ആഗ്രഹം തൻ്റെ മാതാവ് പ്രകടിപ്പിച്ചപ്പോൾ യേശു തമ്പുരാൻ എന്താ പറഞ്ഞത്? ഇതെൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ്. അങ്ങനെ പോലും തൻ്റെ ആഗ്രഹങ്ങൾ തൻ്റെ പദവികൾ ഉപയോഗിക്കാത്തൊരു മനുഷ്യനായിരുന്നു യേശു തമ്പുരാൻ. പക്ഷെ എന്തായിരുന്നു യേശു തമ്പുരാൻ്റെ ഉയർപ്പിൻ്റെ പ്രത്യേകത? എന്താണ് ഈ കല്ലറ നമുക്ക് നൽകുന്നത് സന്ദേശം? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വലിയ വാഗ്ദത്തം നമുക്ക് നൽകുന്നു. ഇസ്രായേലിനെ പാൽദ്വരമൊഴുകുന്ന കനാനിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് വാഗ്ദത്തം നൽകിയ ഒരു വലിയ ദൈവത്തെ നമ്മൾ പഴയ ദൈവത്തിൽ കാണുന്നു. പുതിയ ഇസ്രായേലായ സഭയെ, പുതിയ ഇസ്രായേലായ നമ്മളെ, നാം ആകുന്ന സഭയെ ഒരു പുതിയ വാഗ്ദത്ത നാടിലേക്ക് നയിക്കുവാൻ പ്രാപ്തിയുള്ളവരാണ് യേശു തമ്പുരാൻ. ഈ ഒരു വലിയ വാഗ്ദത്തമാണ് ഈ ഒഴിഞ്ഞ കല്ലറയിൽ കൂടി നമുക്ക് കാണുവാനാണ് കഴിയുന്നത്. നാലാമതായി ഈ കല്ലറ നമുക്ക് നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഇൻസ്പയറിംഗ് മെസ്സേജ്. ഇറ്റ് ഈസ് എ ഇൻസ്പയറിംഗ് മെസ്സേജ്. എന്താണ് നമ്മളെ ഇൻസ്പയർ ചെയ്യേണ്ടത്? എന്താണ് നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കേണ്ടത്? യേശു തമ്പുരാൻ ഇന്നും ജീവിക്കുന്നു. എനിക്കും നിങ്ങൾക്ക് വേണ്ടി യേശു തമ്പുരാൻ ഇന്നും ജീവിക്കുന്നു എന്നത് വലിയ ഇൻസ്പയറിംഗ് മെസ്സേജാണ്. ഈ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ 44-ാം വാക്യത്തിൽ പറയുന്നു, മരിച്ചവൻ പുറത്തു വന്നു. ഇരുവരും കേട്ടിട്ടില്ലാത്തൊരു വലിയ സന്ദേശം. മരിച്ചുപോയി 4 ദിവസമായി അഴുകിയ ശരീരത്തെ യേശു തമ്പുരാൻ വിളിച്ചു, പുറത്തു വരിക എന്ന് കൽപ്പിച്ചു. ലാസർ കെട്ടപ്പെട്ടവനായി പുറത്തു വന്നു. ലാസർ കെട്ടപ്പെട്ടവനായി പുറത്തു വന്നുവെങ്കിൽ 4 ദിവസമായി മരണത്തെ സ്വീകരിച്ച ലാസറിന് ഒരു പുതുജീവൻ നൽകുവാൻ യേശു തമ്പുരാൻ സാധിച്ചുവെങ്കിൽ അതാണ് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു വലിയ ആശയം. യേശു തമ്പുരാൻ സകലത്തിലും മതിയായവനാകുന്നു. ഈ കല്ലറ നമ്മളോട് പറയുകയാണ്, ഉയർത്തെഴുന്നേറ്റ യേശു തമ്പുരാൻ അവൻ ഗലീലയിലേക്ക് പോകുന്നു, അവൻ അവിടെയുണ്ട് എന്ന് പറഞ്ഞവനെ ശക്തീകരിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ഈ കല്ലറ നമ്മളോട് പറയുകയാണ്, ഈ ഒഴിഞ്ഞു കിടക്കുന്ന ശീലം നമ്മളോട് പറയുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ നിങ്ങളെ ശക്തനാക്കുവാൻ മതിയായവനാണ്, അവൻ പറഞ്ഞതുപോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ശക്തമായി ഒരു വലിയ സ്വാധീനിക്കുന്ന ഇൻസ്പയറിംഗ് മെസ്സേജ് നൽകുവാൻ ഈ ഒഴിഞ്ഞ കല്ലറയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് നാം ഓർക്കേണ്ടത്. അറിയാമല്ലോ, മനുഷ്യ സമൂഹമൊക്കെ യേശുവിനെ പേടിച്ചിട്ടാണ് അവനെ കാശ് കൊടുത്ത് അവൻ്റെ ശരീരമാരം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയണം പറഞ്ഞത്. ഇതൊക്കെ എന്തിനായിരുന്നു? യേശു തമ്പുരാൻ്റെ സത്യത്തെ മറച്ചു വെക്കാനായിരുന്നു. പക്ഷെങ്കിൽ ഈ കല്ലറ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഒരു വലിയ ശക്തമായ സന്ദേശം. അവൻ ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് ഈ ഒഴിഞ്ഞ കല്ലറയിലേക്ക് നമുക്കൊന്ന് കടന്നു പോകണം. ഈ കല്ലറ നമ്മളോട് പറയുന്ന ഈ പുതിയ ആശയങ്ങളെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. ഇൻസ്പയറിംഗ്, നമ്മളെ സ്വാധീനിക്കുന്ന ശക്തമായ ഒരു സന്ദേശം ഈ കല്ലറയും ഈ ഒഴിഞ്ഞ ശീലകളും നമുക്ക് നൽകുന്നുണ്ട്. 5-ാമതായി ഈ സന്ദേശം നമുക്ക് നൽകുന്ന ഈ ഒഴിഞ്ഞ കല്ലറ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ആ സന്ദേശം ഇറ്റ് ഈസ് എ പേഴ്സണൽ മെസ്സേജ്. ഇറ്റ് ഈസ് എ പേഴ്സണൽ മെസ്സേജ്. വ്യക്തിപരമായ ചില സന്ദേശങ്ങൾ ഈ ഒഴിഞ്ഞ കല്ലറ നമുക്ക് നൽകുന്നുണ്ട്. എന്താണ് ഈ കല്ലറ? നിറഞ്ഞതായിരുന്നു, പക്ഷെങ്കിൽ ഒഴിഞ്ഞുപോയി. യേശു തമ്പുരാന്റെ തിരുസാന്നിധ്യം ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അനേകർ ഈ കല്ലറയ്ക്ക് ഒന്ന് യേശു തമ്പുരാൻ തിരുസാന്നിധ്യം ഈ കല്ലറയ്ക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ഒഴിഞ്ഞ കല്ലറയാകാം, പക്ഷേ അവിടെ കർത്താവിൻ്റെ ശരീരമില്ലെങ്കിൽ പോലും അവൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നാണ് ശിഷ്യന്മാർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവർ ശാന്തരായി യേശു തമ്പുരാൻ പറഞ്ഞ് വാക്ക് കേട്ട് അവർ ഭവനങ്ങളിലേക്ക് പോയി എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും വ്യക്തിപരമായി യേശുവിനെ കാണുവാൻ കഴിയണം. എനിക്കെൻ്റെ യേശു ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുമ്പോഴാണ് ഈ കല്ലറ നമുക്ക് നൽകുന്ന സന്ദേശമായി, ഒരു വ്യക്തിപരമായ സന്ദേശമായി ഈ കല്ലറ നമ്മളോട് സംസാരിക്കുന്നു. അല്പനേരം ഈ കല്ലറയുടെ സമയം നിന്ന് നോക്കൂ. ഈ കല്ലറ, ഈ ഒടിഞ്ഞ ശീല നമ്മളോട് പറയും, യേശു തമ്പുരാന്റെ ശരീരത്തിലുണ്ടായിരുന്നു, ഞങ്ങൾ യേശുവിനെ കണ്ടതാണ്, ഞങ്ങൾ യേശുവിൻ്റെ ശരീരത്തിന്മേൽ പുതയ്ക്കപ്പെട്ടവരാണ്, ഈ കല്ലറയിൽ അവനെ അടക്കം ചെയ്തതാണ്, പക്ഷെങ്കിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുന്നത് ഞങ്ങൾ വ്യക്തിപരമായി കണ്ടതാണ്. ഈ കല്ലറ നമ്മൾ പറയുകയാണ്, ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ അതിശയിച്ചു പോയി, കാരണം ഒരു മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുന്നത് ഞങ്ങൾ വ്യക്തിപരമായി കണ്ടു, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് ഈ കല്ലറയും ഈ തുണിയും നമ്മളോട് സാക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും വിശ്വസിക്കുന്നുവോ? യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുവാൻ ഈ കല്ലറയുടെ സന്ദേശം നമുക്കിടയാകണം. നമ്മൾ ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കുമ്പോൾ, ഈസ്റ്റർ നമ്മളൊക്കെ കൊണ്ടാടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ആശയം ഇതാണ്: യേശു തമ്പുരാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു, യേശു തമ്പുരാൻ എനിക്ക് വേണ്ടി ഈ കല്ലറയിൽ നിന്നും ഉദ്ധിതനായി. ഈ ഉദ്ധാനത്തിൻ്റെ ഈ വലിയ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ കല്ലറയിലേക്ക് നമ്മൾ നോക്കുവാൻ. അതുകൊണ്ടാണ് ശിഷ്യന്മാർ കല്ലറയിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് കല്ലറയും മാറ്റിവെക്കപ്പെട്ട ശീലകളുമാണ്.
പ്രിയമുള്ളവരെ, നമുക്കും ഈ കല്ലറയിലേക്ക് പോകാം. അതുകൊണ്ട് ഒരുപക്ഷെ യേശുവിൻ്റെ ഉദ്ധാനത്തെ അംഗീകരിക്കാം, ഒരുപക്ഷെ യേശുവിൻ്റെ ഉദ്ധാനത്തെ നമുക്ക് തിരസ്കരിക്കാം. എന്തായിരുന്നാലും ഈ കല്ലറ ഒരു വലിയ സത്യം ലോകത്തോട് പറയുന്നുണ്ട്. യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റു. യേശു തമ്പുരാൻ ഈ കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന് ശക്തമായി ഈ കല്ലറയും ഈ ഒഴിച്ചു വെച്ച തുണികളും സന്ദർശിക്കുന്നുണ്ട്, സമർത്ഥിക്കുന്നുണ്ട്. അവർ നൽകുന്ന സന്ദേശം ലോകത്തിന് നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറയുവാൻ ശ്രമിച്ചത്, ഈ ഒഴിഞ്ഞ കല്ലറ, ഈ മാറ്റിവെച്ച തുണികൾ ശിഷ്യന്മാർ കല്ലറയിലേക്ക് നോക്കുമ്പോൾ അവർ കണ്ടത് അങ്ങനെയാണെങ്കിൽ ശക്തമായ ചില സന്ദേശങ്ങൾ, ദൂതുകൾ ഈ ഭാഗം നമ്മളോട് സാക്ഷിക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യം ഇവിടെ ശ്രദ്ധേയമാണ്. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-10 വാക്യം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചുയർന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. നാവും ഇതുപോലെ ഏറ്റുപറയണം. പരിശുദ്ധ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, യേശുവിനെ കർത്താവിനെ വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? ഈ കല്ലറ 5 പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നമ്മൾ നൽകുന്നതായി ഞാൻ പറയുവാൻ ശ്രമിക്കുകയായിരുന്നു. ഒന്നാമതായി ഈ കല്ലറ നമ്മോട് പറയുന്നു, ഇറ്റ് ഈസ് എ പേഴ്സ്ഫുൾ മെസ്സേജ്. സമാധാന ലോകത്ത് നൽകുന്ന ഒരു വലിയ സന്ദേശമാണ്. യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. രണ്ടാമതായി ഈ കല്ലറയും ഈ മാറ്റിവെക്കപ്പെട്ട ശീലകളും നമ്മൾ പറയുന്നു, ഇറ്റ് ഈസ് എ പവർഫുൾ മെസ്സേജ്. ശക്തമായ ഒരു സന്ദേശം ലോകത്ത് നൽകുന്നു. മരണത്തെ ജയിച്ച് യേശു തമ്പുരാൻ വിജയിച്ചിരിക്കുന്നു. മരണത്തെ വിട്ട് യേശു തമ്പുരാൻ തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയിരിക്കുന്നു എന്ന് ശക്തമായ ഒരു സന്ദേശം ഈ കല്ലറ നമ്മോട് പറയുകയാണ്. മൂന്നാമതായി, ഇറ്റ്സ് എ പ്രോമിസിങ് മെസ്സേജ്. നമുക്ക് വളരെ പ്രോമിസിങ് നൽകുന്ന, ഒരു പ്രതിജ്ഞ നൽകുന്ന, നമുക്ക് വലിയ ജീവിതത്തിൽ ഉത്തേജനം നൽകുന്ന ഒരു പ്രോമിസിങ് മെസ്സേജാണ്. യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നാലാമതായി ഈ കല്ലറയും ഈ മാറ്റിവെച്ച തുണികൾ നമ്മോട് പറയുകയാണ്, ഇറ്റ് ഈസ് എ ഇൻസ്പയറിംഗ് മെസ്സേജ്. നമ്മളെ സ്വാധീനിക്കുന്ന, യേശു തമ്പുരാനിലേക്ക് കൂടുതൽ നമ്മളെ അടുപ്പിക്കുന്ന, ശിഷ്യന്മാരെ പോലെ യേശുവിന് വേണ്ടി ജീവിക്കുന്ന അനുഭവത്തിലേക്ക് രൂപാന്തരപ്പെടുവാൻ ഈ കല്ലറയും ഈ ഒഴിഞ്ഞു വെച്ച ശീലകളും നമ്മളോട് പറയുന്നു. അഞ്ചാമതായി ഞാൻ പറയാൻ ശ്രമിച്ചത്, ഇറ്റ് ഈസ് എ പേഴ്സണൽ മെസ്സേജ്. എൻ്റെ ജീവിതത്തിൽ ഒരു ശക്തമായ സന്ദേശം. യേശു എനിക്കായി ജീവിക്കുന്നു, യേശു എനിക്കായി ഉയർത്തെഴുന്നേറ്റു. ആ വലിയ വ്യക്തിപരമായ ആശയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കാഴ്ചയോട് ദർശിക്കുവാൻ ഈ കല്ലറ നമ്മൾ പറയുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന കല്ലറകളാകാം, പക്ഷെങ്കിൽ അവിടെ യേശു തമ്പുരാൻ്റെ സാന്നിധ്യമുണ്ട്. യേശു തമ്പുരാൻ്റെ തിരുസാന്നിധ്യം നമ്മയ്ക്കും ആ കല്ലറയിൽ കൂടി ദർശിക്കുവാൻ കഴിയണം. അങ്ങനെ യേശുവിൻ്റെ പുനരുത്ഥാനം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമായി മാറ്റപ്പെടുവാൻ ഈ കല്ലറ സാക്ഷ്യം വഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കും ഈ കല്ലറ സമീപം കടന്നുചെല്ലാം. യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ ജീവനും യേശുവിൻ്റെ ശരീരം അടങ്ങിയിരിക്കുന്ന ആ കല്ലറയിലേക്ക് കടന്നു എന്ന് ഉദ്ധാനം നടത്തി യേശുവിൻ്റെ കല്ലറയിൽ ഒഴിഞ്ഞു വെച്ച കല്ലറ കാണുമ്പോൾ ഈ ജീവിതത്തിൽ നമുക്കും യേശു തമ്പുരാനെ സ്വീകരിക്കുവാൻ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ കഴിയണം എന്ന് ആ കല്ലറ നമ്മോട് സാക്ഷിക്കുകയാണ്. യേശുവിൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന കല്ലറയല്ല, യേശുവിൻ്റെ കല്ലറ. അത് ഒരു വലിയ മെസ്സേജ് നമുക്ക് നൽകുന്നു. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിൻ്റെ ഉയർപ്പിനെ സ്വീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അപ്രകാരമായി തീരുവാൻ ഈ തിരുദിനങ്ങൾ നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, എനിക്കായി ഇന്നും ജീവിക്കുന്നു. ഒരു വലിയ ജീവിത വിശുദ്ധിയോടുകൂടി നമുക്ക് ഈ ആശയങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിനെ സ്വീകരിക്കുവാൻ, ഈ ജീവിതത്തിൽ നമുക്ക് അപ്രകാരമായി തീരുവാൻ, കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാളിൽ ആ ജീവിത വിശുദ്ധിയോടുകൂടി സംബന്ധിക്കുവാൻ എന്നെയും നിങ്ങളെയും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.